ധനരാജ് രക്തസാക്ഷി ഫണ്ട് മുൻ ഏരിയ സെക്രട്ടറിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവ് പുറത്തുവിട്ട് പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 5 ലക്ഷം രൂപ വ്യക്തിഗത അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളാണ് പുറത്തുവിട്ടത്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടേണ്ടിവരുമെന്നും വി കുഞ്ഞികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അജീഷ് ഉണ്ടാകണ്ണൂരിൽ നിന്ന്. അജീഷ്, കുഞ്ഞികൃഷ്ണൻ ഒരു തരത്തിലും അടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മത്സരരംഗത്തുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ തന്നെയാണ് പാർട്ടിയോട് കലഹിച്ച് പുറത്തു വന്ന് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട് ഇപ്പോൾ മത്സരിക്കുന്നതടക്കമുള്ളത്. എന്തായാലും ഈ തെളിവുകൾ അത് ഒരു തരത്തിലും കണക്കുകൾ പുറത്തുവിടേണ്ട സാഹചര്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ടത് എന്നാണ് കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയൊക്കെ തന്നെ അന്ന് വാർത്താസമ്മേളനം വിളിച്ചറിയിച്ചത്. പക്ഷേ ഇതിനൊക്കെ തന്നെ എന്ത് CPM മറുപടി പറയും എന്നത് ഇനി കാണേണ്ടതുണ്ട്. അനില പ്രവിധ, എന്തായാലും ഈ വിഷയത്തിൽ ഈ CPM നേതൃത്വം ഇതുവരെയ്ക്കും കണക്ക് ഇത് ബഹുജനങ്ങളെ പോലും അറിയിച്ചിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം കേന്ദ്രീകരിച്ചാണ് വി കുഞ്ഞികൃഷ്ണൻ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ തെളിവുകൾ നേരത്തെ ഉന്നയിച്ച ആരോപണം തന്നെയാണ്. ഈ 2018 ഈ ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധു തന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന്റെ തെളിവുകൾ ഇപ്പോഴാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിടുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഈ പയ്യന്നൂർ റൂറൽ സഹകരണ ബാങ്കിന്റെ അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിൽ 9/7/2018 ഈ KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ പോയതിന്റെ സ്റ്റേറ്റ്മെന്റ് വിവരങ്ങളാണുള്ളത്. കൂടാതെ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ വരവ് ചെലവ് കണക്കുകൾ ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ 5 ലക്ഷം രൂപ കുറവ് ചെയ്തതിന്റെ കണക്കുകൾ ഉൾപ്പെടുത്താതെയാണ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതെന്നും കാണാം. അതിന്റെ ഒരു വിവരവും ഈ കുഞ്ഞികൃഷ്ണൻ പുറത്ത് വിട്ടിട്ടുണ്ട്. 81 ലക്ഷം രൂപയാണ് ആകെ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ പേരിൽ പിരിവ് കിട്ടിയത്. അതിൽ കുടുംബത്തിനും മറ്റും കൊടുത്തതിന് ബാക്കിയുള്ള തുകയായി 1131 രൂപ മാത്രമാണ് കാണിക്കുന്നത്. അതിൽ ഈ വക്കീൽ ഫീസ് അടക്കമുള്ളവയുണ്ട്. ഈ ധനരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന കൊലപാതകങ്ങൾ, അതിനുശേഷം അവർക്കുള്ള ആ കേസ് നടത്താനായുള്ള വക്കീൽ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് പാർട്ടി ന്യായീകരണം. എന്തായാലും ഈ ഫണ്ട് ഈ 5 ലക്ഷം രൂപ അന്ന് പാർട്ടി ന്യായീകരിച്ചത് അത് അക്കൗണ്ടിൽ ചില പ്രശ്നങ്ങൾ കാരണം ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് പാർട്ടി ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു CPIMന്റെ ന്യായീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.